ഹായ്, ഇന്ന് നമ്മൾ കോണ്ടാക്ട് ലെൻസിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അപ്പൊ ഈ കോണ്ടാക്ട് ലെൻസ് ഉപയോഗിക്കുന്ന രീതി എങ്ങനെയാണെന്നും കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് ഇന്ന് അറിയാൻ പറ്റുമേ. പറയാം. ചേട്ടന്റെ പേര് എന്തുവായിരുന്നു? അനീഷ്. അനീഷ് ചേട്ടനാണ് നമുക്ക് ഇന്ന് ഇതിനെ പറ്റി പറഞ്ഞു തരുന്നത്. അപ്പൊ നമുക്ക് പറയാം. ഈ കോണ്ടാക്ട് ലെൻസ് എങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുതൽ ഉപയോഗിക്കേണ്ടത്? കോണ്ടാക്ട് ലെൻസ് നമുക്ക് ആർക്കും ഉപയോഗിക്കാം എന്ന് പറയുമ്പോൾ ഇതിപ്പോ ഒരു പ്ലാനോ പവറാണ്. അതായത് ഫങ്ഷണൽ യൂസിന് ഇത് നമുക്ക് ഇത് ഉപയോഗിക്കാം. പവർ ഒന്നും ഇല്ലാതെ ഇപ്പൊ ഫങ്ഷണൽ മാരേജ് പർപ്പസിനൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. കണ്ണിൽ അന്നേരം അതിന്റെ ഇതുണ്ടല്ലോ, ഇതൊരു ഗ്രേ കളറാണ്. ഇത് നമ്മുടെ കണ്ണിൽ വയ്ക്കുമ്പോൾ നമുക്ക് കണ്ണിന് ഇച്ചിരി പ്രൊജക്ഷൻ കിട്ടും, കണ്ണിനൊരു കളർ വരും. അങ്ങനെ നമുക്ക് ഇത് ഗ്രേ ഇതിന് താഴെ എഴുതിയിട്ടുണ്ട് ഗ്രേ. ഇത് ഡെയിലി വിയർ ആണ്. ഡെയിലി വിയർ എന്ന് പറഞ്ഞാലും പക്ഷെ അവര് നമുക്കൊരു 1 വീക്ക് കൂടെ നമുക്കത് ഉപയോഗിക്കാൻ ടൈം തരുന്നുണ്ട്. നമ്മൾ ഉപയോഗിച്ചു 1 വീക്ക് കൂടെ നമുക്ക് ഉപയോഗിക്കാം. ഇത് പവർ ഒന്നും ഇല്ലാത്തതാണ്. ഇതേ കളറിലും നമുക്ക് ഏത് പവർ അവൈലബിൾ ആണ്. പക്ഷെ നമുക്ക് ഒരു മോസ്റ്റ്ലി ഒരു -3/4 മുതലൊക്കെയുള്ള പവർ ആയിരിക്കും കൂടുതൽ കിട്ടുന്നത്. 0.75 മുതലുള്ള പവറുകളിലെ കിട്ടത്തുള്ളൂ. ഒരു 0.5 വളരെ റയർ ആയിട്ടായിരിക്കും കോണ്ടാക്ട് ലെൻസ് കിട്ടുന്നത്. ഇത് ലിക്വിഡ് ആണ്. അതായത് നമ്മൾ കണ്ണിൽ വെക്കുന്നതാണ്. കണ്ണിൽ കോണ്ടാക്ട് ലെൻസ് വെക്കുമ്പോൾ നമ്മൾ ആദ്യം ഇതിനൊരു ലിക്വിഡ് ഉണ്ട്. ലിക്വിഡ് ഞാൻ കാണിച്ചാൽ ഇതിപ്പോ കോണ്ടാക്ട് ലെൻസ് ഇട്ട് വെക്കുന്ന ഒരു സൊല്യൂഷൻ. ഇതൊരു ആർട്ടിഫിഷ്യൽ ഐ ടിയർ ആണ്. നമ്മൾ കണ്ണുനീര് എന്ന് പറയുന്ന പോലെ തന്നെ നമ്മളിപ്പോ കോണ്ടാക്ട് ലെൻസ് ഉപയോഗിക്കുമ്പോൾ നമ്മളിപ്പോ ഇതിനകത്തുനിന്ന് റിമൂവ് ചെയ്യുമ്പോൾ ഈ സൊല്യൂഷനകത്ത് നമ്മളത് വാഷ് ചെയ്തിട്ടാണ് നമ്മൾ അതിനകത്ത് വയ്ക്കുന്നത്. അതിനകത്ത് വയ്ക്കുക. അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇത്. അതേപോലെ ഇത് റിമൂവ് ചെയ്യുമ്പോഴും നമ്മൾ വാഷ് ചെയ്തിട്ട് ഇതിന്റെ ലോഷൻ ഇതുപോലെ ഇതിനകത്ത് ഡെക്കൺ ഉണ്ട്, കണ്ടോ? ഡെക്കൺ പൊട്ടിച്ച് കാണിക്കുക. ഇത് കീപ്പ് ചെയ്യാനുള്ളതാണ്. ഇതല്ല റൈറ്റ് ലെഫ്റ്റ് പവർ ഉള്ള, ഇപ്പൊ പവർ ഉള്ളവരാണെങ്കിൽ റൈറ്റിൽ ഒരു പവർ ലെഫ്റ്റിൽ ഒരു പവർ ആണെങ്കിൽ നമ്മൾ റൈറ്റിൽ നിന്ന് എടുക്കുന്ന പവർ നമ്മൾ ഇതിനകത്ത് തന്നെ ലോഷൻ ഒഴിച്ച് അതിനകത്ത് തന്നെ വെക്കണം. റൈറ്റിലത്തെ പവർ റൈറ്റിൽ വെക്കണം, ലെഫ്റ്റിലത്തെ പവർ ലെഫ്റ്റിലും വെക്കണം. മനസ്സിലായി? ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി 2 ഡിഫറെന്റ് പവർ ആണെങ്കിൽ കണ്ണിന് തന്നെയാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. അതിനാണ് ഈ റൈറ്റ് ലെഫ്റ്റ് വെക്കുന്നത്. ഇപ്പൊ റൈറ്റിൽ നിന്ന് ഒരു റൈറ്റിൽ വെക്കുക, ലെഫ്റ്റ്. അന്നേരം ഈ ലോഷൻ ഇട്ടിട്ട് വേണം നമ്മൾ ഇതിനകത്ത് വെക്കാൻ. അഥവാ നമ്മൾ ലോഷൻ ഇടാതെ വെച്ച് കഴിഞ്ഞാൽ ഒരു 10-10 മിനിറ്റ്സ് കഴിയുമ്പോൾ ഇത് എത്ര ഹൈ പവർ ആണെങ്കിലും ഒരു തിന്നായിട്ടേ വരത്തുള്ളൂ. അതിന്റെ ഇതിനകത്ത് നോക്കി പവർ കണ്ടില്ലേ, അത്ര തിന്നാണ്. മെറ്റീരിയൽ വേറെ ഒരു ടൈപ്പാണ്. അപ്പൊ നമുക്ക് അത് അത്രയും തിന്നായിട്ട് വരും. ഇത് കുറെ കഴിയുമ്പോൾ ഡ്രൈ ആയി പോകും. ഡ്രൈ ആയി സാധനവും പൊടിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതിനകത്ത്. അതുകൊണ്ടാണ് ഈ ലോഷനിൽ തന്നെ ഇട്ട് വയ്ക്കുക. പിന്നെ നമ്മൾ കോണ്ടാക്ട് ലെൻസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിനൊരു ടൈം പീരീഡ് ഉണ്ട്. നോർമലി അവരൊരു 8 hours ആണ് പറയുന്നത്. പിന്നെ ചില പ്രൊഡക്റ്റിന് അവർ 1 hour എക്സ്ട്രാ പറയുന്നുണ്ട്. ചിലത് 10 മുതൽ 12 വരെ പറയുന്നു. അങ്ങനെ മണിക്കൂറുകളുണ്ട്. നമ്മൾ ആ ടൈം എപ്പോഴും കീപ്പ് ചെയ്തോണം. നമുക്ക് അതിൽ കൂടുതൽ നമ്മൾ യൂസ് ചെയ്ത് നമ്മുടെ കണ്ണിന് തന്നെയാണ്. കാരണം കണ്ണിൽ കിട്ടുന്ന ഡ്രൈ ആവും ഈ സാധനം. പിന്നെ അതേപോലെ കൂടുതൽ ഡസ്റ്റ് ഒന്നും കണ്ണിൽ അടിക്കരുത്. കണ്ണിൽ ഡസ്റ്റ് അടിക്കുന്നത് നമ്മുടെ ഈ ഐറിസിലാണല്ലോ ഇതിരിക്കുന്നത്. അപ്പൊ ഡസ്റ്റ് കയറി കഴിഞ്ഞാൽ നമുക്ക് അതൊരു അലർജി ടൈപ്പ് പോലെ ഒക്കെ ആകും. പിന്നെ ഇത് വെച്ചുകൊണ്ട് കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല. ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിങ്ങനെ കൃഷ്ണമണി റൊട്ടേറ്റ് ആകുമ്പോൾ ഈ ലെൻസ് നമുക്ക് മുകളിലോട്ട് വരാം. അങ്ങനെയൊക്കെ കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട് ഇതിനകത്ത്. എന്ന് വെച്ചാൽ മോസ്റ്റ്ലി ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട് ഇത്. ഒത്തിരി ഹൈ പവർ ഉള്ളവർ, ഇപ്പം -10 അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇത് പവർ അവൈലബിൾ ആണ്. ഏത് കളർ വേണമെങ്കിൽ കളർ കിട്ടും. ക്ലിയർ വൈറ്റ് ആയിട്ടുള്ളതാണ് വൈറ്റ് കിട്ടും. ഏത് വേണമെങ്കിലും നമുക്ക് കിട്ടും. അത് കൂടുതൽ അങ്ങനെ ഉപയോഗിക്കുന്നത്. എന്നിരുന്നാലും നമ്മളിപ്പോൾ കോണ്ടാക്ട് ലെൻസ് യൂസ് ചെയ്യുന്നത് നമ്മളിപ്പം ഒരു 8 മണിക്കൂർ യൂസ് ചെയ്തല്ലോ. 8 മണിക്കൂർ യൂസ് ചെയ്ത് നമുക്ക് ഹൈ പവർ ആണെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ലെൻസ് റിമൂവ് ചെയ്ത് വയ്ക്കുമ്പോൾ നമ്മൾ ഇതിലൊരു സ്പെക്സ് വേണം. മനസ്സിലായി? അങ്ങനെ നമ്മൾ വീണ്ടും ഇതെടുത്ത് വയ്ക്കാൻ പറ്റത്തില്ല. ആ ടൈം കീപ്പ് ചെയ്തല്ലോ നമ്മൾ. അതിൻ്റെ അടുത്ത് സ്പെക്സ് യൂസ് ചെയ്ത് നമ്മൾ വേണം. കോണ്ടാക്ട് ലെൻസ് നമുക്ക് ആർക്കും യൂസ് ചെയ്യാം. ഇത് 1 day യൂസിൽ ഉപയോഗിക്കുന്ന, അതായത് ഫംഗ്ഷൻ പർപ്പസിന് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇപ്പൊ അല്ലാതെ ആൾക്കാരൊക്കെ എന്തെങ്കിലും ഈ സ്കൂൾ കുട്ടികൾ വരെ പ്രോഗ്രാംസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. കൂടുതലും ഇല്ല ഒരു ബ്ലൂ കളർ പോലെ. ബ്ലൂ ഉണ്ട്, ഏത് കളർ വേണേലും കിട്ടും. ഏത് കളർ? ബ്ലൂ ഉണ്ട്, ഹണി ഉണ്ട്, ഹേസൽ ഉണ്ട്, പിന്നെ ബ്രൗൺ ഉണ്ട്, ഗ്രേ ഉണ്ട്. ഏത് കളർ നമുക്ക് അവൈലബിൾ ആവും. വൈറ്റ് ലെൻസ്, വൈറ്റ് എന്ന് വെച്ചാൽ പ്യുവർ ഇങ്ങനെയുള്ള വൈറ്റ് അല്ല, ക്ലിയർ ലെൻസ് എന്ന് പറയാം. അതാകുമ്പോൾ പവറും ക്ലിയറോ വൈറ്റ് ആയിട്ട് തന്നെ. കൃഷ്ണമണി വെച്ച് നമുക്ക് കോണ്ടാക്ട് ലെൻസ് വെച്ചിരിക്കുന്നത് പെട്ടെന്ന് ഒരാൾ നോക്കുമ്പോൾ അറിയത്തില്ല. എന്നാലും നമ്മൾ ഒരാൾ യൂസ് ചെയ്യുന്ന ഒരാൾക്കാണ് അത് അറിയാൻ പറ്റും നമ്മൾ കൃഷ്ണമണിയിൽ വെച്ചിരിക്കുന്നത്. കളർ വെച്ചിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. ഇപ്പൊ നമ്മളിപ്പോ ഒരാൾ വെക്കുകയാണെങ്കിൽ നമ്മൾ നോർമലി ഉള്ള ഐറിസിന്റെ കളർ ഉണ്ടല്ലോ, അപ്പൊ ഈ ഒരു ഗ്രേ കളർ വെക്കുമ്പോൾ ഇത് ഇച്ചിരി പ്രൊജക്ട് ചെയ്ത് നിൽക്കും. അപ്പൊ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും കണ്ണിൽ കോണ്ടാക്ട് ലെൻസ് വെച്ചിരിക്കുന്നത്, കളർ വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിന്റെ റേറ്റ് ഒക്കെ എങ്ങനെയാ? ഇതിപ്പം ഡെയിലി യൂസിനുള്ളതാണ്. ഡെയിലി യൂസിന് ഇതിന് 300 ആണ് ഇതിന്റെ റേറ്റ്. അവർ 2 വീക്സ് 1 വീക്സ് 2 വീക്സ് യൂസ് ചെയ്തോളം പറയുന്നുണ്ട് നമുക്ക്. അത് ആ ടൈം കീപ്പ് ചെയ്യണം. 8 മണിക്കൂർ കീപ്പ് ചെയ്ത് നമ്മൾ ഉപയോഗിക്കാം. ആ പറയുന്ന ടൈമിൽ ഉപയോഗിക്കാവും. 2 ആഴ്ച നമുക്ക് ഉപയോഗിക്കാം. ഒരു 1 day ഡെയിലി തണ്ടിത്തിൽ എഴുതിയിട്ടുണ്ട് ഡെയിലി കളർ
യൂസിനുള്ളതാണെന്നുള്ളത്. പക്ഷെ നമുക്ക് രണ്ട് കാരണം അത് നമ്മൾ ആ പർപ്പസ് കഴിയുമ്പോൾ നമ്മൾ ഊരി ഇതുപോലെ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത ഏതെങ്കിലും അപ്പൊ നമ്മൾ ഈ കോൺടാക്ട് ലെൻസ് വാങ്ങിക്കുന്നവർ ഉറപ്പായിട്ട് ഇതുപോലുള്ള സൊല്യൂഷനും കൂടെ സൊല്യൂഷൻ വേണം, അല്ലാതെ നമ്മൾ പറ്റത്തില്ല. പച്ചവെള്ളത്തിലൊന്നും ഇട്ട് വയ്ക്കാൻ പറ്റത്തില്ല. മിനറൽ വാട്ടർ ഇതൊരു ഐ ഡ്രോപ്സ്, നമ്മുടെ ഈ കണ്ണുനീര് പോലെ ഐ ടിയർ പോലുള്ള ഒരു സംഭവമാണ്. നമ്മൾ ഇതിനകത്ത് തന്നെ ഇട്ട് വെക്കണം, ഇത് ഡ്രൈ ആയി പോകും. അല്ലെങ്കിൽ വേറെ ഷെയ്ഡ് ഒക്കെ ഒന്ന് കാണിക്കുമോ? വേറെ ഷെയ്ഡ് ഇപ്പൊ നമുക്ക് വേണ്ടി ഇത് കാണിച്ചു തരാം. വീഡിയോയുടെ ബാലൻസ് ഞാൻ സെക്കൻഡ് പാർട്ടായിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും എല്ലാം ആ വീഡിയോയിലാണ് പറയുന്നത്. പുതുതായിട്ട് കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ.